നമസ്കാരം. വൃദ്ധരായ സ്ത്രീകൾക്ക് പോലും പെൻഷൻ കൊടുക്കാനില്ലാത്ത കേരളത്തിൽ കോടിക്കണക്കിന് രൂപയാണ് പിണറായി വിജയൻ തന്റെ സാമ്രാജ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി ചെലവഴിക്കുന്നത്. അതായത് കേസുകൾക്ക് വേണ്ടി മാത്രം കോടിക്കണക്കിന് രൂപയാണ് ചെലവഴിക്കുന്നത്. മറിയക്കുട്ടിയമ്മ പെൻഷൻ കിട്ടാതെ തെരുവ് തെണ്ടി പിച്ചയെടുക്കേണ്ട ഗതികേട് വന്ന കാര്യം നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. ആ മറിയക്കുട്ടിയമ്മയ്ക്ക് ആകപ്പാട് 1500 രൂപയുടെയോ അല്ലെ 2000 രൂപയോ ആണ് മൊത്തം ഒരു 6000 രൂപയോ 7000 രൂപയാണ് പെൻഷനായി കിട്ടുന്നത്. ഒരു മാസം 1500 രൂപയാണ് അവരുടെ പെൻഷൻ, വിധവാ പെൻഷൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ 5 മാസത്തെ പറയുമ്പോൾ ഒരു 7500 രൂപയാണ് അവർക്ക് കൊടുക്കേണ്ടത്. അങ്ങനെയുള്ള മറിയക്കുട്ടി അമ്മമാർക്ക് ഇങ്ങനെ പെൻഷൻ കൊടുക്കാതെ, അവരുടെ അവകാശമായിട്ടുള്ള പെൻഷൻ കൊടുക്കാതെ ഇരിക്കുന്ന ഈ ഗവൺമെൻറ് ദൂർത്താണ് നടത്തുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം. നവകേരള യാത്ര കൊണ്ട് ഏകദേശം ഒരു 2500 കോടി രൂപയാണ് ചെലവഴിച്ചുള്ളത്. എറണാകുളത്ത് നവകേരള യാത്രയ്ക്ക് ഒരുക്കിയ സ്റ്റേജിന് മാത്രം 10 കോടി രൂപയാണ്. 10 കോടി രൂപ അല്ലാതെ ചെലവഴിക്കുകയാണ് ആ നിയോജകമണ്ഡലത്തിൽ. പിണറായി വിജയൻ്റെ വലിയ കട്ടൗട്ടർ വെച്ച് രാജാവ് വരുന്നുണ്ട് എന്ന് എഴുന്നള്ളത്തിൻ്റെ എല്ലാ രംഗങ്ങളും ചിത്രീകരിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള ഘോഷയാത്ര കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ദൂർത്താണ്. എന്നിട്ടോ പാവപ്പെട്ട 10,000 ലക്ഷക്കണക്കിന് ഏകദേശം 7 ലക്ഷം ആളുകളുടെ പരാതി കിട്ടിയിട്ടും ഇതുവരെ പരിഹരിക്കാൻ പറ്റിയിട്ടില്ല. അതെല്ലാം ചവറ്റുകൊട്ടയിൽ കിടക്കുകയാണ്. 1% ആളുകളുടെ മാത്രമാണ് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത്. അത് സ്വാഭാവികമായിട്ടും പരിഹരിക്കപ്പെടുന്ന മാർഗമാണ്. അത് പിണറായിൻ്റെ അടുത്ത് പോയില്ലെങ്കിൽ സാധാരണ ഒരു വില്ലേജ് ഓഫീസിൽ കൊടുത്താൽ പരാതി പ്രകാരം തീർക്കാവുന്ന കാര്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ 7 ലക്ഷത്തോളം പരാതികൾ ഇപ്പോൾ എവിടെയെന്ന് ചോദിച്ചാൽ പിണറായി വിജയന് പോലും ഉത്തരമില്ല. 15 ദിവസം കൊണ്ട് പരിഹരിക്കും, 45 ദിവസം കൊണ്ട് പരിഹരിക്കും എന്നെല്ലാം പറഞ്ഞ് ആളുകളെ വിളിച്ചു വരുത്തി, 10,000 ആളുകളെ വിളിച്ചു വരുത്തി പിണറായി വിജയനെ നേരിട്ട് കാണാനോ മന്ത്രിമാരെ നേരിട്ട് കാണാനോ യാതൊരു അവസരവും കൊടുക്കാതെ അവിടെയുള്ള വലിയ കോടീശ്വരന്മാരുമായി ചർച്ച നടത്തി അവരുടെ കേസുകളെല്ലാം സെറ്റിൽ ചെയ്ത് പണം വാങ്ങാനുള്ള തത്രപ്പാടിലായിരുന്നു പിണറായി വിജയനും മന്ത്രിമാരും. മന്ത്രിമാരെല്ലാം തടിച്ചു കൊടുത്ത് വീർത്തിട്ടാണ് ഇപ്പോൾ നടക്കുന്നത്. കാരണം 140 ദിവസം 40 ദിവസം തിന്നലും കുടിക്കലും മാത്രമാണ് ഇവരുടെ പ്രധാന പരിപാടി ഉണ്ടായിരുന്നത്. ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കലായിരുന്നില്ല. ഇപ്പോൾ വരുന്ന വാർത്തയാണ് ഏറ്റവും രസകരമായ കാര്യം. അതായത് മകളുടെ മാസപ്പടി വിവാഹത്തിൽ കുടുങ്ങിയപ്പോൾ പിണറായി വിജയൻ്റെ പുന്നാരമകൾ ഏത് വിധേനയും രക്ഷപ്പെട്ടില്ലെങ്കിൽ അത് പ്രശ്നമായി തീരും എന്ന് വന്നതോടെ ഇപ്പോൾ KSIDCക്ക് വേണ്ടി, അതായത് CMRL കമ്പനി ഉൾപ്പെട്ട കേസിൽ അതിൽ മറ്റൊരു പാർട്ടിയാണ് KSIDC. ഈ KSIDC കൂടി ഭാഗമായിട്ടുള്ള സംഭവമാണ് CMRL എന്ന് പറയുന്ന കർത്തയുടെ കരിമണൽ കമ്പനി. ആ കമ്പനിയിൽ 13.4% ഓഹരി ഈ കമ്പനിക്കാണ്. ആ കമ്പനി കൂടി കേസിൽ കക്ഷിയാണ്. ഷോൺ ജോർജ് കൊടുത്ത കേസിൽ, അതായത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ വേണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള കേസിൽ KSIDCക്ക് വേണ്ടി ഹാജരായിരിക്കുന്നത് ആരാണെന്നറിയാമോ? അവർക്ക് സ്വന്തമായി പ്രോസിക്യൂട്ടർ ഉണ്ടായിട്ടും അഡ്വക്കേറ്റ് ജനറൽ ഉണ്ടായിട്ടും അതേപോലെ DGP ഉണ്ടായിട്ടും ഇവരെ ഒന്നും ഉപയോഗിക്കാതെ കേന്ദ്രത്തിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്നത് 25 ലക്ഷം രൂപ ഒരു ദിവസം വാങ്ങുന്ന CS വൈദ്യനാഥ് എന്ന് പറയുന്ന ഇന്ത്യയിലെ പ്രഗത്ഭനായ അഭിഭാഷകനെയാണ്. അതായത് തട്ടിപ്പ് നടത്തി മകൾക്ക് കോടിക്കണക്കിന് രൂപ വാങ്ങിക്കൊടുത്തു. പിണറായി വിജയൻ ഏകദേശം 200 കോടി രൂപ തട്ടിയെടുത്തു. ഇങ്ങനെയുള്ള സംഭവത്തിൽ മകൾ രേഖാമൂലം മകൾ കുടുങ്ങി എന്ന് മനസ്സിലായതോടെ പിണറായി വിജയന് മകളെ എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുക്കണം. കേന്ദ്രത്തിൽ സ്വാധീനം ചെലുത്തി കേസൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി എല്ലാം ഒത്തുതീർപ്പാക്കിയിട്ടുണ്ടെങ്കിലും ഇവിടെ കേരളത്തിൽ 3 സീറ്റ് എങ്ങനെയായാലും BJP വിജയിപ്പിച്ചു കൊടുത്താളാമേ, 6 സീറ്റിൽ പരിശ്രമിക്കാം, 3 സീറ്റ് ഉറപ്പ് എന്നാണ് പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നത്. തൃശ്ശൂരും ട്രിവാൻഡ്രവും ആറ്റിങ്ങലുമാണ് ആ 3 സീറ്റുകൾ. മുരളീധരൻ ഉൾപ്പെട്ട ആറ്റിങ്ങൽ, തിരുവനന്തപുരം അതേപോലെ ഒരു കേന്ദ്രമന്ത്രിയായിരിക്കും മത്സരിക്കുക എന്ന് പറയുന്നു. തൃശ്ശൂരിൽ സുരേഷ് ഗോപിയും. ഇവരെ ജയിപ്പിച്ചിരിക്കണമെന്ന് അന്ത്യശാസനം കൊടുത്തിരിക്കുകയാണ് പിണറായി വിജയന്. ഈ സന്ദർഭത്തിൽ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രത്തിൽ നിന്ന് ഇത്തരത്തിലുള്ള എന്ത് കേസുകൾ വന്നാലും രക്ഷിച്ചോളും. സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് ഇവിടെ വിളിച്ചു പറഞ്ഞ ആരാണ്? K. സുരേന്ദ്രനാണ്. അങ്ങനെയുള്ള കേസിൽ എന്താണ് പിണറായി വിജയനെ ചോദ്യം ചെയ്യാത്തത്? അത് കേന്ദ്രവുമായുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ലാവ്ലിംഗ് കേസ് എന്താണ് സുപ്രീം കോടതിയിൽ എടുപ്പിക്കാത്തത്? അത് പിണറായി വിജയൻ അമിത്ഷാ വഴിയുള്ള ഓപ്പറേഷനാണ്.
അതേപോലെ ഇപ്പോൾ അദാനി വഴിയാണ് ഓപ്പറേഷൻ നടത്തുന്നത്, ഗഡ്കരി വഴിയായിരുന്നു കുറേ കാലം. ഇപ്പോൾ പിണറായി വിജയൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത് പിണറായി വിജയന് ദല്ലാളന്മാരായി പ്രവർത്തിക്കുന്നത് വി മുരളീധരനും അതേപോലെ നമ്മുടെ കെ സുരേന്ദ്രനുമാണ്. യൂസഫ് അലിയുമായി ചേർന്നുകൊണ്ട് എന്തൊക്കെയാണോ അട്ടിമറിക്കേണ്ടത് അതെല്ലാം അവർ ചെയ്തോളും. പകരം മുരളീധരനും കെ സുരേന്ദ്രനും കിട്ടേണ്ട ഓഹരി അവിടെ കിട്ടണം. അത് അവർ കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. അത് ലുലു മാളിൽ അടക്കമുള്ള സ്ഥലങ്ങളിൽ നിക്ഷേപിച്ചിരിക്കുന്നുണ്ട് എന്നുള്ള വിവരങ്ങളാണ് BJP വൃത്തങ്ങളിൽ പുറത്തു വരുന്ന കാര്യം. എന്തായാലും ഇപ്പോൾ പുറത്തു വന്ന വിവരപ്രകാരം വൈദ്യനാഥ് എന്ന് പറയുന്ന അഭിഭാഷകനെ ഇക്കഴിഞ്ഞ ദിവസം കൊണ്ടുവന്നതിന് 25 ലക്ഷം രൂപയാണ് ചെലവഴിച്ചിരിക്കുന്നത്. കൂടാതെ മുമ്പുണ്ടായിട്ടുള്ള കേസുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് അറിയണ്ടേ? മുമ്പുണ്ടായിട്ടുള്ള കേസുകൾ എത്ര രൂപ ചെലവാക്കിയെന്ന് അറിയണ്ടേ? എന്നാൽ കേട്ടോളൂ. അതായത് മട്ടന്നൂർ ഷുഹൈബ് കേസിന് 96.34 ലക്ഷമാണ് ചെലവാക്കിയിരിക്കുന്നത്. പെരിയ ഇരട്ടക്കൊലക്കേസിന് 1,14 ലക്ഷമാണ് ചെലവാക്കിയിരിക്കുന്നത്. നിയമസഭാ ആക്രമണക്കേസിന് 16.5 ലക്ഷം രൂപയാണ് ചെലവാക്കിയിരിക്കുന്നത്. സോളാർ കേസിന് 1.2 കോടി രൂപയാണ് ചെലവാക്കിയിരിക്കുന്നത്. ഇതര സംസ്ഥാന ലോട്ടറി കേസിന് 1,78 ലക്ഷം രൂപയാണ് ചെലവാക്കിയിരിക്കുന്നത്. ലൈഫ് മിഷൻ കേസിന് 55 ലക്ഷമാണ് കേസിൽ ചെലവാക്കിയിരിക്കുന്നത്. ചെറുവള്ളി എസ്റ്റേറ്റ് കേസിൽ 16.5 ലക്ഷം രൂപയാണ് കേസ് ചെലവാക്കിയിരിക്കുന്നത്. രാജ്യസഭാ തെരഞ്ഞെടുപ്പ് കേസിന് 60 ലക്ഷം രൂപയാണ് ചെലവാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകം ഓർക്കേണ്ട കാര്യം, സോളാർ കേസിന് 1.2 കോടിയാണ്. അതായത് ഉമ്മൻചാണ്ടിയെ കൊടുക്കാൻ വേണ്ടി, സരിതയ്ക്ക് വേണ്ടി 1,20 ലക്ഷം രൂപയാണ് പിണറായി വിജയൻ ചെലവാക്കിയിട്ടുള്ളത് എന്ന് ഓർക്കണം. അതിലെ പെരിയ കൊലക്കേസിൽ മാർക്സിസ്റ്റ് പാർട്ടിയിലെ പ്രമുഖരായ ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടി 1,14 ലക്ഷം രൂപയാണ് ചെലവാക്കിയിട്ടുള്ളത് നമ്മൾ ഓർക്കണം. അങ്ങനെ ഈ വിധത്തിൽ ദൂർത്തടിക്കുകയാണ്. ഇത് തന്നെ ഏകദേശം എത്ര കോടി രൂപയായി? 7 കോടിയോളം രൂപയാണ് ഈ ഇത്തരത്തിൽ ഗവൺമെൻറ് കേസുകൾക്ക് വേണ്ടി മാത്രം ചെലവാക്കുന്നത്. അതായത് പിണറായി വിജയൻ്റെ മകളോ പിണറായി വിജയൻ്റെ പാർട്ടിയിലെ പ്രമുഖരായ നേതാക്കന്മാരോ ഉൾപ്പെട്ട കേസുകളിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഉമ്മൻചാണ്ടിയെ പോലുള്ള പ്രമുഖരായ നേതാക്കന്മാരെ കള്ളക്കേസിൽ കൊടുക്കാൻ വേണ്ടിയുമാണ് ഇത്തരം കാര്യങ്ങൾ പിണറായി വിജയൻ ചെലവഴിക്കുന്നത്. നമുക്കറിയാം, പിണറായി വിജയൻ്റെ വീട്ടിൽ തൊഴുത്തിന് 50 ലക്ഷം, സ്വിമ്മിംഗ് പൂളിന് 50 ലക്ഷം, വീട് പരിഷ്കരിക്കാൻ 1,80 ലക്ഷം, പിന്നെ ലിഫ്റ്റ് വെക്കാൻ 25 ലക്ഷം. ഇതൊക്കെ നടത്തുന്ന അഴിമതിക്കാരനും മാഫിയ തലവനുമായ പിണറായി വിജയൻ്റെ ഭരണത്തിൽ ഇതൊക്കെ അല്ലാതെ വേറെ എന്തെയാണ് നടക്കാൻ പോകുന്നത്? സാധാരണക്കാരന് യാതൊരു നീതിയുമില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ നമുക്ക് പുറത്തു വരുന്ന കാര്യങ്ങൾ. മറിയക്കുട്ടിയമ്മയെ പോലുള്ള ആളുകൾ ഭിക്ഷ തേടി അവസാനം തെരുവിലിറങ്ങിയത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനിയും എന്തിനാണ് മാർക്സിസ്റ്റ് പാർട്ടി അണികളെ ഈ നേതാവിനെയും കൊണ്ട് ചുമക്കുന്നത്? നിങ്ങൾക്ക് ഇനിയും ബോധോദയം ഉണ്ടായിട്ടില്ലേ? ഇനിയും ബോധോദയം ഉണ്ടായില്ലെങ്കിൽ ഈ പാർട്ടിയെ ഇല്ലാതായി തരും. കാരണം പാർട്ടി മോഡിയുടെ കാൽക്കൽ സമർപ്പിച്ച് പാർട്ടി അണികളെയെല്ലാം BJPയിൽ ചേർക്കാനുള്ള കൊട്ടേഷനാണ് ഇപ്പോൾ പിണറായി വിജയൻ ഏറ്റെടുത്തിരിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നന്ദി, നമസ്കാരം.